ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡ്രൈനെസ് കൂടിയിട്ടില്ല, പിഗ്മെന്റേഷൻ കൂടിയിട്ടില്ല, അതുപോലെ ചാപ്ഡ് ആയിട്ടുള്ള പൊട്ടുന്ന ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ വരണ്ട് നമുക്ക് പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലുള്ള ലിപ്സ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ നമുക്കതിനെ വളരെ നാച്ചുറലി എന്തൊക്കെ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദ വിധി പ്രകാരം പറയുകയാണെങ്കിൽ വാദത്തിന്റെ, അതായത് എവിടെ വാദം വരുന്നോ ആ ഭാഗത്ത് ഡ്രൈനെസ് കൂടും, അവിടെ ശോഷണം സംഭവിക്കും. അതുപോലെ തന്നെ അവിടെ ഡ്രൈനെസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു നാച്ചുറൽ കളറിൽ വ്യത്യാസം വരും, പിഗ്മെന്റേഷൻ വരും എന്നുള്ളത് വളരെ അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ വീക്ക്ലി 2 തവണ നമുക്കൊരു സ്ക്രബ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ സ്ക്രബ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ കുത്തുന്ന തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉള്ള സ്ക്രബ്സ് നമ്മൾ ഒരിക്കലും ഡ്രൈഡ് ആയിട്ടുള്ള ലിപ്സിൽ യൂസ് ചെയ്യരുത്. അപ്പൊ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറയാം. അപ്പൊ ഇതിന് വേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ലിപ് സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് വേണ്ടത് മഞ്ഞളാണ്, മഞ്ഞൾ വേണം. പിന്നെ വേണ്ടത് ഹണിയാണ്. അപ്പൊ മഞ്ഞൾ നമ്മൾ നല്ല രീതിയിൽ ചെറുതായിട്ട് ലോവർ പാർട്ടിലും അപ്പർ പാർട്ടിലുള്ള ലിപ്പിലും നല്ല രീതിയിൽ റൗണ്ട് സർക്കുലർ മോഷനിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് തിരുമ്മി കൊടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് റഫായിട്ട് ചെയ്യാനും പാടില്ല, ചെറിയ രീതിയിൽ മാത്രം നമ്മൾ ചെയ്യുക. അതിനുശേഷം നമുക്കത് തുടച്ചു കളയുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മളത് കഴുകി കളയരുത്. ഓക്കെ, ഈ രീതിയിൽ തുടച്ചു കളയാം. ഇനി ഇതല്ലാതെ ഇത് ചിലർക്ക് മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും. അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഗ്ലിസറിൻ ആണ് വേണ്ടത്. ഗ്ലിസറിൻ വേണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര്, പിന്നെ അതുപോലെ പഞ്ചസാര, തേന്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല രീതിയിൽ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടെ, അതായത് ഇപ്പൊ ലോവർ പാർട്ടിൽ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. അല്ലെങ്കിൽ ചുണ്ട് മൊത്തമായിട്ട് ചെറിയ സർക്കുലർ മോഷനിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ പഞ്ചസാരയിൽ ഈ കട്ടകൾ പോലെ ഇരിക്കാനായിട്ട് പാടില്ല. അത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, റഫ് ആവാനുള്ള സാധ്യത. അപ്പൊ പാർട്ടിക്കിൾസ് മുഴുവനായിട്ട് അലിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ സ്ക്രബ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് അതിന്റെ പാർട്ടിക്കിൾസ് ഉള്ള സ്ക്രബ്സ് ആവരുത്. അത് കൃത്യമായിട്ട് അലിയിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് ലിപ്സിന്റെ സ്ക്രബാണ്. അപ്പൊ സ്ക്രബ് നിങ്ങൾക്ക് 2 ദിവസത്തിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്തതിൽ ഏതെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് തുടയ്ക്കാം. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് ലിപ്സ് മോയ്സ്ചറൈസർ, അതിൽ ലിപ് ബാം യൂസ് ചെയ്യാതെ വളരെ നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാംസ് ആണ്. ഒന്ന്, നമുക്ക് നാച്ചുറലി പ്രിപ്പയർ ചെയ്യുന്ന ഗീ, നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നെയ്യാണെങ്കിൽ അത്രയും നല്ലതാണ്, അത് എടുക്കാം. പിന്നെ അല്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശതദൗത ഘൃതമാണ്. ഇത് നിങ്ങൾക്ക് ഫാർമസികളിലൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലെ ശതദൗത ഘൃതം അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട്. അത് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കാവുന്നതാണ്. മറ്റ് സാധാരണ നെയ്യ് എടുത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ഉരുക്ക് വെളിച്ചെണ്ണയും മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ലിപ്സ് മോയ്സ്ചറൈസർ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടറും തേനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ മിശ്രിതം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വെണ്ണ ഉപയോഗിക്കാം, ബട്ടർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് തേനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കുറച്ചു നേരം വെച്ചിരിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആഫ്റ്റർ തുടച്ച് കളയണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. ശരിക്കും തുടച്ച് കളയാൻ പാടില്ല. പിന്നെ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം തുടച്ച് കളയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കുറച്ച് ഇടയ്ക്ക് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരു 1-2 വട്ടമല്ല, ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. ഇത് നല്ലതായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഈ പിഗ്മെന്റേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിന്റെ പിഗ്മെന്റേഷൻ വരുന്ന പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ലിപ്സിൽ വരുന്ന പിഗ്മെന്റേഷൻസും. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ കെയറിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാനും അതുപോലെ ഡ്രൈനെസ്സും ചാപ്പി ലിപ്സ് ഒക്കെ മാറ്റിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. നാളെ നമുക്കൊരു പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാവുന്നതാണ്. ബൈ.